ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കുന്നതേ കാച്ചിൽ കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. കാച്ചിൻ്റെ കാവിത്തെന്നൊക്കെ പറയും കേട്ടോ. നല്ലൊരു ഹെൽത്തി ഫുഡാണിത്. എൻ്റെ ഒരു ഫ്രണ്ട് അറിഞ്ഞു ഇതിന് അവളവിടെ പറയുക കരടിച്ചേമ്പ് എന്നത്ര. അതിൻ്റെ രോമൊക്കെ പാടെ കണ്ടപ്പോൾ അവൾക്ക് കരടിച്ചേമ്പായി തോന്നിക്കണം അവരവർക്ക്. പലയിടത്തും പല പേരും. ഇതേതായാലും നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് കഴുകുക. ഇതിന് നല്ലൊരു വഴുവഴുപ്പുണ്ടാവും. അതൊക്കെ നന്നായിട്ട് കഴുകുക. കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്പി കഴുകിയാൽ തന്നെ നല്ല വൃത്തിയാവും. മണ്ണൊക്കെ ഉണ്ടാവും. മണ്ണൊക്കെ നന്നായിട്ട് പിടിക്കാണ്ട് തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ പാചകം ചെയ്ത് കഴിക്കുമ്പോൾ കല്ലൊക്കെ കടിക്കും. അപ്പോൾ നന്നായിട്ട് കഴുകുക. ഇത് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്യുക. വലിയ നന്നായി ചെറുതാക്കൊന്നും വേണ്ട. അത് കുക്കറിലിട്ട് വേവിക്കണതല്ലേ, പെട്ടെന്ന് വേവും. നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് ഇത്. നമ്മുടെ ആരോഗ്യത്തിനും ചർമ്മത്തിനൊക്കെ നല്ലൊരു സഹായം കൂടിയാണ്. ഏതായാലും അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും വെള്ളം വേണ്ട. എന്നിട്ട് അത് കുറച്ച് ഉപ്പും ആവശ്യത്തിലുള്ള ഉപ്പിട്ടുകൊണ്ട് വിശലടുപ്പിക്കുക. ഞാൻ 3 വിശലടുപ്പിക്കാറ്. എന്നാൽ തന്നെ നന്നായിട്ട് വേവും. എന്നിട്ട് നമുക്ക് ടേസ്റ്റിന് ആവശ്യമായ തേങ്ങ ചിരവെടുക്കാം. തേങ്ങ ചിരകുമ്പോൾ നെയ്ച്ചിട്ടും ഒപ്പം തന്നെ കിട്ടുക. തേങ്ങ ചിരവുണ്ടാവും എവിടെ എനിക്ക് ഓടി വരും. ഒന്ന് കിട്ടണോ വരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. കൊടുത്താൽ പിന്നെ അവനോട് പോവുകയും ചെയ്യും. എന്തായാലും തേങ്ങ ചിരങ്ങിയതും ലേശം പഞ്ചസാര, മധുരത്തിന് പഞ്ചസാരയും വേണം. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ടല്ലോ ലേശം. പിന്നെ തേങ്ങയും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. നന്നായി ഉടച്ചു കൊടുക്കുക. ഈ ഒരു ഫുഡ് നമ്മൾ പഴമക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ. ക്യാൻസറിനെ ചെറുത്ത് നിർത്താനുള്ളൊരു കഴിവും കൂടി ഇതിനുണ്ട്. പണ്ടൊക്കെ ഉമ്മമാർ ഗർഭാവസ്ഥയിൽ ലാസ്റ്റ് സമയത്ത് പ്രസവത്തോടടുത്ത് നിൽക്കുന്ന മാസങ്ങളുണ്ടല്ലോ, അപ്പം നമുക്കിത് ഉണ്ടാക്കി തന്നിരുന്നു ഇത്ര പ്രസവമൊക്കെ എളുപ്പമാവാൻ. ഇതാ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. താങ്ക് യു ഓൾ.